എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഞാൻ കച്ചവടം തെറ്റില്ലാതെ പോകുന്നുണ്ട്. നമ്മളെ അദ്ദേഹത്തിനൊക്കെ ഉള്ള എങ്ങനെ 60 ഉറുപ്പിക കൊടുത്തിട്ട് നിങ്ങൾ വെക്കുന്നത്? അത് നമുക്ക് കിട്ടുന്നത് കുറഞ്ഞാലും എണ്ണം കൂടുതൽ കിട്ടുമ്പോൾ കൂടുതൽ കച്ചവടം കൂടുതൽ ലാഭം കൂടുതലോ. ഹലോ ഹാപ്പിയാണ്. അതന്നെ നമ്മുടെ ക്യാൻസീഡിൻ്റെ ഇരുന്നുണ്ടല്ലോ, അടിപൊളി ഒരു ചിക്കൻ പൊരിച്ച ബിരിയാണി. 60 രൂപക്ക് ചിക്കൻ പൊരിച്ച ബിരിയാണി സ്പോട്ട് കാണിച്ചു തന്നാലോ. നല്ലൊരു ചിക്കൻ പീസ് പൊരിച്ചത്, അതിലേക്ക് മുമ്പ് അടിപൊളി മസാലയും കൂടി കൂട്ടിയിട്ട് അതിലേക്ക് റൈസും കൂടി വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു 60 രൂപ കിടിലം ബിരിയാണി ഉണ്ട് നമ്മുടെ റസാഖാൻ്റെ ബിരിയാണി. ഇവിടെ നമ്മൾ പോയിട്ട് കഴിച്ച ആൾക്കാരോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. മെയിനായിട്ട് ക്യാൻസീഡിലെ കുട്ടികളെ കച്ചവടം ഉണ്ട് അവിടെ ഉള്ളത്. ഏതായാലും നമ്മൾ അവരെ കഴിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു എങ്ങനെയുണ്ട് ബിരിയാണി. സ്ഥിരം വന്ന് കഴിക്കുന്നവനെ എങ്ങനെയുണ്ട് ബോസ്? എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളിയാ അഭിപ്രായം? 60 രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അല്ലേ? അടിപൊളി ബിരിയാണി, 60 രൂപയ്ക്ക് വെർത്താണ് എല്ലാവരും പറയുന്നത്. കഴിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കേട്ടോ. എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? സ്ഥിരം കഴിക്കുന്ന സ്പോട്ടാ? ആണോ? ഇതെങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളിയാ? എങ്ങനെയുണ്ട്? 60 രൂപയ്ക്ക് വെർത്താണോ? അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കള്ളന്തോട് ജംഗ്ഷനിൽ തന്നെ KMCT, അതായത് മുക്കത്തേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉള്ളതാ മലബാർ തട്ടുകട.